ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നോൺ വെജ് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിനെ ഇതുപോലൊന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി വെക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 4 മുളകും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറിയൊരു പട്ട, 2 ഗ്രാമ്പൂ, 1 ഏലക്ക, 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം, കുറച്ച് കുരുമുളക്, ഇത്രയും നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് എല്ലാം കൂടെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇത്രയും മതി. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ വറുത്ത അതേ പാത്രത്തിൽ തന്നെ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതുകൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് 1 സവാള അരിഞ്ഞതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഈ സവാള ഒന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഒരു അല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടി 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളെടുത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല, ഇത് നല്ലൊരു ടേസ്റ്റ് തരുന്ന മസാലയാണ്. ഇങ്ങനൊരു മസാല ഉണ്ടാക്കി നമ്മൾ നോൺ വെജ് വെച്ചാലും അല്ല ഇതുപോലെ വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് പൊട്ടറ്റോ മസാല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്